പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആഗമന കാലത്തിന്റെ ആദ്യ ദിവസമാണ് ഇന്ന്. ഈ ഞായറാഴ്ച നമ്മൾ പ്രത്യേകം ആ വിധത്തില് നോമ്പ് ആരംഭിക്കുമ്പോ, 25 നോമ്പ് ആരംഭിക്കുമ്പോ കർത്താവിന്റെ വലിയൊരു പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം. നമ്മള് ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതൽ നിരന്തരമായിട്ട് ശക്തമായ പ്രാർത്ഥനയിലും ദൈവബന്ധത്തില് ആഴപ്പെട്ടും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മോണിക്ക പുണ്യമതിയുടെയും അഗസ്തീനോസ് പുണ്യവാളിന്റെയും സ്വർഗത്തിന്റെ ഒക്കെ നിറസാന്നിധ്യത്തില് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഒക്കെ, ജീവിതത്തിന്റെ ഓരോ മേഖലകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതിന്റെ ഒരു തുടർച്ച എന്ന പോലെ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് കർത്താവിന്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാല് എന്താണ് പ്രിയപ്പെട്ട മക്കളെ, പറയാവോ? അത് മറ്റൊന്നുമില്ല, കർത്താവിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? കർത്താവിനെ കൂടെ നിർത്താനുള്ള ഭാഗ്യം, കർത്താവിനെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം, അത് സ്വന്തമാക്കി ജീവിച്ചാനുള്ള കരുത്ത്. ഇന്ന് ഏത് പ്രശ്നത്തിനും, ഏത് പ്രതിസന്ധിക്കും, ഏത് തകർച്ചയ്ക്കും, ഏത് പാപത്തിനും, ഏത് പൈശാചിക പീഡകൾക്കുമുള്ള ഒറ്റ ഉത്തരവുള്ളൂ. എന്താണ്? കർത്താവിന്റെ സജീവമായ സാന്നിധ്യവും ഇടപെടലും. നമുക്കറിയാം, ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എപ്പോഴും പറയാനുണ്ടല്ലോ, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. മത്സ്യത്തിന് വെള്ളം പോലെ, മരത്തിന് മണ്ണ് പോലെ, മനുഷ്യന് ദൈവത്തെ കൂടിയേ തീരൂ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൽ വളരാനാ. മത്സ്യത്തെ ദൈവം സൃഷ്ടിച്ചത് വെള്ളത്തിൽ വളരാൻ പറ്റുന്ന രീതിയില്ല. മരത്തെ ദൈവം സൃഷ്ടിച്ചത് മണ്ണിലല്ലാതെ വളരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിലല്ലാതെ വളരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനു വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി. നമ്മള് ഈ ദിവസങ്ങളൊക്കെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകും. കർത്താവിന്റെ മനസ്സറിയും, സ്വർഗത്തിന്റെ വലിയ പദ്ധതി നമ്മൾ തിരിച്ചറിയും. അതിനുശേഷം കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ജോലി, ബിസിനസ്, മക്കൾ, പഠനം, കുടുംബജീവിതം, പൗരോഹിത്യം, ശുശ്രൂഷകൾ എന്നിവയിലേക്കൊക്കെ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം കൊണ്ടുവരാനും നിറച്ചെടുക്കാനും കർത്താവിൽ ഉറപ്പിക്കാനുമുള്ള വലിയ ഒരു പരിശ്രമത്തിലാണ് ഈ ഡിസംബർ മാസത്തില് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പരിശ്രമിക്കുന്നതും. നമുക്കറിയാം, ഡിസംബർ മാസം ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവൽ, കർത്താവ് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതിന്റെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം, മഹത്വത്തിന്റെ സാന്നിധ്യം സ്വന്തമാക്കി എടുക്കാൻ പരിശ്രമിക്കേണ്ട ഒരു മാസമാണ് ഡിസംബർ മാസം, ക്രിസ്മസിന്റെ ഈ നാളുകൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം, ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഇതാ നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ പിറന്നിരിക്കുന്നു. അവനെ സ്വന്തമാക്കി, അവനെ സ്വീകരിച്ച് അവന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വലിയൊരു അഭിഷേകത്തിലേക്കാണ് സ്വർഗം നമ്മെ കൊണ്ടുവരിക. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ് തന്റെ മക്കളുടെ കൂടെ വസിക്കാൻ. തന്റെ മക്കളുടെ കൂടെ കൂടാരം പിടിക്കുന്ന ദൈവം, തന്റെ മക്കളുടെ കൂടെ വസിക്കുന്ന ദൈവം, അവർക്ക് വേണ്ടി പുറപ്പാട് 14:14 കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അഗ്നിസ്തംഭത്തിൽ ദൈവ സാന്നിധ്യം, മേഘസ്തംഭത്തിൽ ദൈവ സാന്നിധ്യം, സമാഗമ കൂടാരത്തിൽ ദൈവ സാന്നിധ്യം,
പരിശുദ്ധ കുർബാനയിൽ ദൈവ സാന്നിധ്യം, നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം, നമ്മുടെ വീട്ടില്, നമ്മുടെ ജീവിതത്തില്, എവിടെയൊക്കെ ദൈവാർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ളേ? ദൈവം സമീപസ്ഥൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ കർത്താവിനെ കൂടെ നിർത്തിയാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ കീഴ്പ്പെടുത്താനോ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു പിശാചിനോ ഒരു പൈശാചിക പ്രവൃത്തികൾക്കോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ. നമ്മൾ അതിനുവേണ്ടി ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, നോമ്പിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വലിയൊരു തിരിച്ചുവരവിന്റെയും ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ ഈ 25 നോമ്പിന്റെ ഈ കാലഘട്ടം. ഒത്തിരിയേറെ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യകാല സന്നിധിയിൽ ഇരിക്കുമ്പോ പല മേഖലകളിലൂടെ, പല അവസ്ഥകള് ഇതിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നയിക്കുക. ഈ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും അച്ഛൻ വലിയ സ്നേഹത്തോടെ നമ്മുടേതായ കരുത്തിലേക്ക്, ശക്തിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ പറ്റും. ഈ സത്യമായ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ വിജയിച്ചാൽ, ഇന്ന് നീ നേരിടുന്ന, നിന്റെ കുടുംബം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ തകർച്ചകൾക്കും, വഴിപിഴച്ചു പോയ മക്കള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, വഴി തെറ്റിപ്പോയ സ്വഭാവങ്ങള്, ഒത്തിരി പറയാനുണ്ടല്ലോ നമുക്ക്. ഞാൻ ഓർക്കുക, ഈ ദിവസങ്ങളൊക്കെ അനേകം മാതാപിതാക്കള്, അനേകം മക്കള് പലവിധ മേഖലകളിൽ, പലവിധ അവസ്ഥകളിൽ വേദനിക്കുന്ന, തകർന്നു പോയ, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അടിമപ്പെട്ടു പോയ, ആകുലപ്പെട്ടു പോയ, നിരാശപ്പെട്ടു പോയ, ഡിപ്രഷനിൽപ്പെട്ടു പോയ, തുന്നം പാടിപ്പോയ അനേകം 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 കർത്താവേ, പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങളാ മക്കളെ. നിങ്ങൾക്കൊരു പരിഹാരം എന്താ? കർത്താവിന്റെ സാന്നിധ്യം അതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടോ? ആ ഒരു സാന്നിധ്യം ഉറപ്പിക്കാനുള്ള വലിയൊരു വിളി ഇന്ന് സ്വർഗം തരിക. നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്. അത് ദാവീദിനൊക്കെ ലഭിച്ച പോലെ, പഴയ നിയമ ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായ പോലെ, മോശയുടെ കൂടെ കർത്താവ് ഉണ്ടായ പോലെ, ജോഷുവായുടെ കൂടെ കർത്താവ് ഉണ്ടായ പോലെ, ജെറമ്യായുടെ കൂടെ കർത്താവ് ഉണ്ടായ പോലെ, സാംസന്റെ കൂടെ കർത്താവ് ഉണ്ടായ പോലെ, പ്രിയപ്പെട്ട മക്കളെ, ശിൽഹന്മാരുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടുന്ന പോലെ ദൈവമായ കർത്താവ് ആരെ വിളിച്ചോ, ആരെ തിരഞ്ഞെടുത്തോ, അവരുടെ എല്ലാം കൂടെ കർത്താവ് നൽകിയ വലിയ ഭാഗ്യമാണ് കർത്താവിന്റെ തന്നെ സാന്നിധ്യം. വിളിച്ചിറക്കണം, കൂടെ നിർത്തണം. യൂറോപ്പിൽ നിന്ന ദാവീദ് 1 സാമുവേൽ 17:47 ഈ ദാവീദ് പറയാ, ഗോലിയാത്തിനോട് പറയാ, ഇത് കർത്താവിന്റെ യുദ്ധമാടാ, ഞാൻ ജയിക്കും. ഇവിടെ പറയുന്ന ഒത്തിരി മക്കള് തോറ്റ്, നിരാശപ്പെട്ട്, ഡിപ്രഷനിൽപ്പെട്ട്, ഉറക്കം നഷ്ടപ്പെട്ട്, സങ്കടപ്പെട്ട്, നിരാശപ്പെട്ടിരിക്കുമ്പോ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ ആ ദൈവത്തിന്റെ സാന്നിധ്യവും സഹായവും ഉറപ്പിക്കാൻ പറ്റാതെ പോയി തോറ്റുപോയ, തകർന്നു പോയ, നിരാശപ്പെട്ടു പോയ അനേക മക്കള്. ചിലപ്പോഴും പറയും, ഒരു തോൽവി ഉണ്ടാകുമ്പോ, ഒരു പരാജയത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോ, തടസ്സങ്ങൾ ഒന്നിനൊന്നായിട്ട് പിന്നാലെ കടന്നു വരുമ്പോ, പ്രതിസന്ധികൾ ഏറെ കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതൊരു വിളിയാണ്. എന്തിനുള്ള വിളി? കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഉറപ്പിക്കാനുള്ള വിളി, കർത്താവുമായുള്ള ആഴപ്പെട്ട ബന്ധം ഉറപ്പിക്കാനുള്ള വിളി. അത് ചെയ്യേണ്ട പോലെ ചെയ്താൽ, അതിനുള്ള വഴികൾ ഒരുക്കിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയും. കർത്താവ് യുദ്ധം ഏറ്റെടുത്താ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അതിനെന്ത് വേണം? അവന് വേണ്ടി വഴിയൊരുക്കണം. ഈ ദിവസങ്ങളൊക്കെ സ്നാപകന്റെ വലിയ വിളി ഉയരും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, അവന് വേണ്ടി വഴിയൊരുക്ക്.
ആ വഴിയൊരുക്കേണ്ടത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒന്നിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക, അവൻ വരണം. അവന്റെ സാന്നിധ്യം, സർവാധിപനും സർവശക്തനുമായ ലോകത്തിന്റെ രക്ഷകനാകുന്ന യേശു ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കർത്താവ് വരണം. എന്റെ കർത്താവിന് സാന്നിധ്യം ഉറപ്പിക്കണം. എന്ത് പ്രശ്നമാകട്ടെ, ഞാൻ നിങ്ങളോട് വലിയൊരു വാഗ്ദാനം പറയാ. എന്ത് പ്രശ്നമാകട്ടെ, ഏത് പാപത്തിന് പിടിയാകട്ടെ, ഏത് മൊബൈലിന്റെ അടിമത്തമാകട്ടെ, ഏത് ആഭിചാരി മന്ത്രവാദ കൂടോത്ര വശീകരണ ഇസ്ലാമിക ജിന്നിന്റെ ഹലാലിന്റെ പൈശാചിക ശക്തികളാകട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ദൈവമക്കൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിനെ വിളിച്ച് സാന്നിധ്യം ഉറപ്പിക്കുക. യുദ്ധം ചെയ്യാൻ, വിജയം നൽകാൻ, ശത്രുവിന്റെ ആധിപത്യത്തെ തകർത്തെറിയാൻ കർത്താവിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട എന്റെ ദൈവമക്കളെ, നമ്മൾ ഭയപ്പെടണ്ട. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ പരിശുദ്ധ അമ്മ, ഈ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് അമ്മയുടെ പ്രത്യേകത? മാലാഖ എന്താ പറഞ്ഞേ? കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ. ഇതുപോലെ കർത്താവ് കൂടെയുള്ള ഈ അമ്മയോട് ചേർന്ന് ഈ കർത്താവിനെ കൂടെ നിർത്താൻ ഭാഗ്യപ്പെട്ട നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനോട് ചേർത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിജയം നമ്മൾ കൈവരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ ഡിസംബർ മാസത്തിലെ പ്രത്യേക ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും മക്കളെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ശുശ്രൂഷ അടിസ്ഥാനപരമായ ശുശ്രൂഷയാണ്. ഇതെന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാ. നമ്മൾ വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, തകർച്ച മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഈ ശുശ്രൂഷയുടെ ആത്യന്തികമായ ഒറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക. ഇതാ ലോകരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട രക്ഷകനെ, അവനെ സ്വന്തമാക്കാൻ വേണ്ടി, അവനെ സാന്നിധ്യം ഉറപ്പിച്ച് സ്വീകരിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി, സൃഷ്ടികർമ്മം മുതല് പിന്നെ അങ്ങോട്ട് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം നയിച്ചത്, ആ ദൈവത്തെ വിട്ടുപോയ മക്കള്, ദൈവത്തെ കൂടെ നിർത്തിയ മക്കള്, അതിലൂടെ അവർ ചെയ്ത കാര്യങ്ങള്, ഇതെല്ലാം ധ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി നമ്മൾ ഇതാ സമർപ്പിക്കുകയാണ്. മാതാവ് എന്താ ചെയ്ത? ഈ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി മാതാവ് എന്താ ചെയ്ത? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആ നിമിഷം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടെ വസിക്കുന്ന സാന്നിധ്യമായിട്ട് മാറി. എപ്പോ? പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ അതുപോലെ സമർപ്പിച്ചപ്പോ. ചോദ്യങ്ങളില്ല, സംശയങ്ങളില്ല. ഒരു കാര്യം അറിയാം, കർത്താവിന് ഒന്നും അസാധ്യമല്ല. ലൂക്കാ 37 ഈ വചനത്തിന്റെ അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഏത് പ്രശ്നമാകട്ടെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, സമർപ്പിക്കുക. സമർപ്പിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ സർവാധിപത്യവും സർവശക്തിയും അംഗീകരിക്കുക. നിന്നെക്കാളും ഈ ലോകത്തിൽ ഏത് വമ്പനേക്കാളും ഏത് ശക്തിയെക്കാളും അപരിമേയമായ അപ്രമാദിത്വമുള്ള അധികാരമുള്ള സർവാധിപനും സർവശക്തനുമായ കർത്താവ് ഇടപെട്ട പിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ രാഷ്ട്രീയത്തിനോ നേതാവിനോ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ഒരു ശക്തിക്കോ കർത്താവ് യുദ്ധമേറ്റെടുത്ത പിന്നെ എതിർത്ത് നിൽക്കാനോ തടസ്സപ്പെടുത്താനോ തകർത്ത് കളയാനോ സാധ്യമല്ല. കർത്താവ് നമ്മുടെ കൂടെയുള്ള നമ്മൾക്ക് എന്ത് ഭാഗ്യപ്പെട്ട മക്കളാണ്. ഈ ഭാഗ്യം നമ്മൾ സ്വന്തമാക്കാതെ പോയതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതെന്ത് ചെയ്യണം? അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ദിവസങ്ങള് നമ്മൾ പ്രത്യേകമാവിധം സെവിക്കാനും ധ്യാനിക്കാനും ഒക്കെ പോകുന്നത്. അതിന് പ്രിയപ്പെട്ട മക്കളെ, വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഈ കാര്യത്തിൽ കർത്താവെ നിന്റെ സാന്നിധ്യം വേണം. കർത്താവെ അനുകമ്പയോടെ അങ്ങ് ഞങ്ങളെ നോക്കി കാണണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അവസ്ഥയിലേക്ക് വരണം. ഈ അവസ്ഥകളൊക്കെ തമ്പുരാനോട് പറഞ്ഞിട്ട് കർത്താവെ നീ സാന്നിധ്യം നൽകി ഇടപെടണമെന്ന് മാത്രം പ്രാർത്ഥിക്കും. നോക്കിക്കോ, ഈ ഒരു ശുശ്രൂഷയിലൂടെ
അനേകം കുടുംബങ്ങള്, അനേകം ജീവിതങ്ങള്, അനേകം പ്രാർത്ഥനാ മേഖലകള്, അനേക നിയോഗങ്ങളുടെ മേഖലകളില് കർത്താവ് ഇറങ്ങി വന്നിടപെട്ടും ഇടപെട്ടിരിക്കും ഉറപ്പ്. അതിന് പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി വലിയ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, അതിലേറെ പ്രതീക്ഷയോടെ മക്കളെ നിങ്ങളെല്ലാവരെയും അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, അച്ഛനല്ല പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക. ഇത് നിസാര കാര്യമല്ല. കർത്താവിനെ കൂടെ നിർത്താന്നുള്ളത് നിസാര കാര്യമല്ല. അത് നിസാരമായി കരുതിയത് കൊണ്ടാണ് ഇന്ന് മാനവകുലം, ഓരോ സമൂഹങ്ങള്, ജീവിതങ്ങള്, സഭ ഒക്കെ നശിച്ച് തകർന്ന് ലോകത്തിന്റെ മുമ്പില് നാണക്കേടിനും മാനക്കേടിനും തകർച്ചയ്ക്കും നിന്ദനയ്ക്കും ഇടയായെങ്കിൽ അതിന്റെ ഒരു കാരണമുള്ളൂ. കർത്താവിനെ കൂടെ നിർത്തുന്നതിലും കർത്താവിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോയി. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പിതാക്കന്മാർ യുദ്ധം ചെയ്യുന്നു, അച്ഛന്മാർ യുദ്ധം ചെയ്യുന്നു, സഭാ നേതൃത്വം യുദ്ധം ചെയ്യുന്നു, രാഷ്ട്രീയാധികാരികൾ യുദ്ധം ചെയ്യുന്നു, കുടുംബത്തിൽ അപ്പൻ യുദ്ധം ചെയ്യുന്നു, അമ്മ യുദ്ധം ചെയ്യുന്നു, മക്കൾ യുദ്ധം, എല്ലാം യുദ്ധക്കാരാ. എന്നാൽ ആരാ യുദ്ധം ചെയ്യണ്ടേ? ആരാ മക്കളെ? കർത്താവ് യുദ്ധം ചെയ്യണം. എന്നാൽ ഈ സഭയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. യുദ്ധം ചെയ്യിപ്പിക്കേണ്ടവനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാതെ സ്വയം യുദ്ധം ഏറ്റെടുത്ത് തോറ്റുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സഭാ സംവിധാനങ്ങള്, രാഷ്ട്രീയ മേഖലകള്, അധികാര മേഖലകള്, കുടുംബ ജീവിതങ്ങള്, ശുശ്രൂഷകള്, ഓരോ പഠന, ജോലി, ബിസിനസ് മേഖലകള് ഇന്ന് ഈ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലെ കൂടെ വസിക്കുന്ന ഇമ്മാനുവലായ സർവശക്തനായ കർത്താവിന്റെ സ്വർഗത്തിനെ വിളി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെയേറെ ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ ഈ ശുശ്രൂഷയെ എടുത്ത് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ, ഉറപ്പ്, സുനിശ്ചിതം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യുദ്ധമേറ്റെടുക്കും. അതിനാൽ തന്നെ വിജയം നമുക്ക് ഉറപ്പാണ്. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഡിസംബർ മാസത്തിലെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ആഗമന കാലത്തിന്റെ ചൈതന്യമൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് അമ്മയോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, സ്വർഗത്തിന്റെ പൗരത്വമുള്ള ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർത്താവ് വിശ്വസ്തനാണ്. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മൾ ആരാധനയില്, കർത്താവിന്റെ സാന്നിധ്യത്തില് നമ്മൾ വീണ്ടുമായിരിക്കും. എല്ലാ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സന്ദേശവും പിന്നീട് കർത്താവിന് കൂടെ ഇരുന്ന ആരാധനയും, അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അരുളിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ തന്നെ നൽകിക്കൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സജീവ സാന്നിധ്യമാണല്ലോ അവിടുന്ന്. ഈശോയെ, ഈ ഡിസംബർ മാസത്തില് അങ്ങയുടെ വലിയ കരുണയാണല്ലോ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ക്രിസ്തുമസിന്റെ ചൈതന്യത്തിൽ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവലായിട്ട് മാറുന്ന അങ്ങയുടെ മഹാകരുണ, ഈശോയെ, ആ കരുണയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം എന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് യുദ്ധം ചെയ്യുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകുമ്പോ തിരിച്ചറിവോടെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ കൂടെ നിർത്തുവാൻ അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും, ഇവിടെ കുടുംബത്തിലും, പ്രാർത്ഥനകളിലും, നിയോഗങ്ങളിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നൽകി അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവെ അത്ഭുതകരമായ വിജയം അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച്
അങ്ങയുടെ സാന്നിധ്യത്തിന്റെയും അങ്ങയുടെ കരബലത്തിന്റെയും ശക്തി അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ. ഓഗസ്റ്റ് 27 മുതൽ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് വലിയ കൂട്ടായ്മയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈശോയെ. അതിന്റെ വലിയ ഒരു മാറ്റത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ പൂർത്തീകരിക്കപ്പെടണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവെ, അങ്ങ് കൂടെ വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യത്തില് അമ്മയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ അവസ്ഥകളില്, തകർച്ചകളില്, പ്രതിസന്ധികളില്, ജോലി മേഖലകളില്, പഠന മേഖലകളില്, ഞങ്ങളുടെ മക്കളില്, കുടുംബജീവിതത്തില്, കർത്താവെ, ശുശ്രൂഷകളില്, എന്റെ പൗരോഹിത്യത്തില്, ഈ മക്കളുടെ ഓരോരുത്തരുടെയും അവസ്ഥകളില് കർത്താവെ സാന്നിധ്യം ഉറപ്പിച്ച് ആ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധം അതിശക്തമായ ദൈവിക ഇടപെടലുകള് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവികാനീശോയെ, ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ, ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൻ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. എന്റെ മക്കളെ, എല്ലാവരും വലിയ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒറ്റ നിയോഗമുള്ളൂ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. ഏത് പാപത്തിന്റെ, ഏത് പൈശാചികതയുടെ, ഏത് തടസ്സത്തിന്റെ, ഏത് ശത്രുവിന്റെ, ഏത് തകർച്ചയുടെ പാതാളത്തിലാകട്ടെ. ജോബ് 42:1-2 ജോബ് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ല. കർത്താവേ, ഞങ്ങളത് അറിയുന്നു. ഇതറിയോ മക്കളെ? അവിശ്വാസത്തിന്റെ ആ വലിയ അടിസ്ഥാനത്തിൽ നിന്ന് വലിയ ശരണത്തോടെ കർത്താവിന്റെ മക്കളെ കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു നിമിഷം ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ കർത്താവ് തന്നെ പൂർത്തിയാക്കിക്കൊള്ളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കൂടുതൽ ധ്യാനിക്കും. ഈശോയെ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുത്ത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്നാപക യോഹന്നാന്റെ ആ ആഹ്വാനം കേട്ട് അനേക മക്കള് അദ്ദേഹത്തിന്റെ വചനം കേട്ട് കർത്താവെ, അങ്ങേക്ക് വേണ്ടി വഴിയൊരുക്കിയതുപോലെ ഈ ആഗമന കാലഘട്ടത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി അങ്ങേക്ക് വേണ്ടി വഴിയൊരുക്കാൻ അങ്ങയുടെ ജനത്തെ മാനസാന്തരത്തിന്റെയും വലിയ ക്രമീകരണത്തിന്റെയും വലിയ ചിട്ടപ്പെടുത്തലിന്റെയുമായ അഭിഷേകത്തിലേക്ക് നയിച്ച് അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ എല്ലാ മക്കൾക്കും കൃപയാകട്ടെ, ഇടയാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഈ മക്കളുടെ ഓരോ നിയോഗങ്ങളിലും നിറയപ്പെടട്ടെ. അങ്ങയുടെ പ്രവർത്തികൾ അങ്ങയുടെ മക്കൾ കാണട്ടെ. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ അനുഗ്രഹം സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ ശക്തി നമ്മിൽ പ്രകടമാകുന്ന സമയമാണ്. എല്ലാ മക്കളും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദിവികാരീശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവെ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ സാന്നിധ്യം നൽകണമേ. ഇവിടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളിലേക്ക് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ ശക്തി നിറയട്ടെ, അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ, അങ്ങയുടെ കരബലം പ്രകടമാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ നിമിഷം തന്നെ അങ്ങയുടെ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തി ഈ മക്കളിലേക്ക് പ്രകടമാകട്ടെ, പ്രവഹിക്കട്ടെ, പ്രവഹിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഈ മക്കളിൽ പ്രകടമാകട്ടെ, ഈ മക്കളിൽ നിറയട്ടെ, ഈ മക്കൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.